വചനമാകുന്ന ചൂണ്ടയിലേക്ക് കൊത്തി അതിനെ വലിച്ചെടുക്കുന്ന ജോലിയാ ഞങ്ങളുടെ ജോലി. ഞങ്ങളാരും ഞങ്ങളെ കാണിക്കാനല്ല, ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ കാണിക്കാൻ വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ കടന്നു വരുവാൻ പ്രധാന കാരണം ചെറുപ്പം മുതൽ എന്റെ അടുത്ത സ്നേഹിതനാണ് നിങ്ങൾ പാസ്റ്റർ PJ ജോസഫ് എന്ന് പറയുന്ന എന്റെ സ്നേഹിതൻ ജോസ് പാസ്റ്റർ. വളരെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഒന്നിച്ച് അടിച്ച് കളിച്ച് വളർന്നവരാണ്. അപ്പം ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും വന്ന് സംബന്ധിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ജോസ് പാസ്റ്റർ മുഖാന്തരമാണ് ദൈവദാസന്മാരോട് സംസാരിച്ച് ഇങ്ങനെ ഒരു അവസരം വെളിമനാകുന്ന എനിക്ക് ലഭിച്ചത്. നിങ്ങളെല്ലാവരെയും കാണുവാനും ദൈവദാസന്മാരോട് ചേർന്ന് വേദി പങ്കിടുവാനും കർത്താവ് എനിക്ക് നിർമ്മിക്കാൻ ദൈവത്തിൽ സ്തുതിക്കുന്നു. എൻ്റെ വൈഫും എന്നോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം കർത്താവിന്റെ ദാസന്മാർ എവിടെ അറിയിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നാനപ്പെട്ട 4 കുഞ്ഞുങ്ങളെ കണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മദ്യത്തിനും കഞ്ചാവിനും MDMAയ്ക്കും ഒക്കെ ഒരു യുവതലമുറ പോകുമ്പോൾ വചനം അനുസരിക്കുവാൻ തീരുമാനമെടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ദൈവം നാം പിടിച്ചിരിക്കുന്ന ഈ ബൈബിൾ എടുക്കുവാൻ അടുത്ത തലമുറ തയ്യാറായിട്ട് മുമ്പോട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളിൽ അവരെ സ്നാനപ്പെടുത്തിയ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മാത്രമല്ല 4 അറ്റാക്ക് വന്നിട്ട് ഇപ്പൊ നല്ല ചെറുപ്പക്കാരനെ പോലെ ചാടിയേക്ക് വന്ന ദൈവദാസൻ ആ ദൈവദാസനെ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാൻ അതിന്റെ ശക്തിയായി. സ്തോത്രം. 4 അറ്റാക്ക് വന്നിട്ട് നല്ല ക്രൂസിലെന്ന് പറയുന്ന സ്തോത്രം. ദൈവദാസനെ ശക്തി വരികട്ട്. പിന്നെ ഞങ്ങളൊക്കെ വിദേശത്തൊക്കെ ചില സുഖലോലുപത സുവിശേഷം പറയുന്നവരാണ്. അതിലൂടെ ചില താന്നു നിൽക്കുന്നവരെ കേരളത്തിൽ ഇന്ത്യയിലും കേരളത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഏറ്റവും കഠിനമായ പ്രയാസങ്ങളിൽ കൂടെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ദാസന്മാരാണ് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊക്കെ അവരുടെ പാദം തൊട്ട് നമിച്ചാലും തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ കാറയിലും മറ്റുള്ള വാഹനങ്ങളിലൊക്കെ നടന്ന് ഇഷ്ടംപോലെ ശാപ്പാട് കഴിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊന്നും കാര്യമായിട്ട് കിട്ടത്തില്ല. കിട്ടുന്നത് ഇവിടെ നിങ്ങൾ വിചാരിക്കും ഈ പുലി വലിയ ആളാ നിങ്ങൾ നോക്കും. പക്ഷേ സ്വർഗത്തിൽ പ്രതിഫലം വിധിക്കുമ്പോണ്ടല്ലോ നഷ്ടം സഹിച്ച് സകലവും നിന്നയം വേണ്ടി സ്വന്തം കുടുംബത്തെയും വീട്ടുകാരെയും മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിയാൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. എനിക്കറിയാം നോർത്ത് ഇന്ത്യയിൽ അനേക ദൈവദാസന്മാർ തടവിലാണ്, അനേക കുടുംബങ്ങൾ തടവിലാണ്. എന്താ കാരണം അറിയാമോ? അവരെ തടവിലിട്ടത് കാരണം എന്തുവാ? സുവിശേഷം പറഞ്ഞു. വെള്ളമെടുത്ത് നടക്കുന്നവൻ മര്യാദക്കാരനായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ ജീവിക്കുന്നവൻ കർത്താവിനെ അറിയാൻ തുടങ്ങി. സ്തോത്രം. നല്ല മര്യാദക്കാരനായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദേവദാസന്മാരെ പിടിച്ചെന്തോ തടവിലിടുക. സ്തോത്രം. 1 മിനിറ്റ് ഞാൻ ഈ പ്രസംഗത്തിന് മുമ്പേ 1 സെക്കൻഡ് ഒന്ന് ഒരുമിച്ച ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം സമ്പന്നനായ ദൈവമേ, ഞങ്ങളെ സ്വർഗ്ഗസ്ഥനാകെ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ രാവിലെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ താണവറയിൽ കിടക്കുന്ന ഞങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ ഞങ്ങൾ ഓർക്കുന്നു. സുവിശേഷ നിമിത്തം ബന്ധനസ്ഥനായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. സുവിശേഷത്തിന് ബന്ധനമില്ലല്ലോ. കവാടങ്ങളെ മലർക്കെ തുറക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കാരാഗ്രഹങ്ങൾ ഇറങ്ങിച്ചെല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രരാക്കണമേ കർത്താവേ. അധികാരികളോട് അവരുടെ ഹൃദയങ്ങളോട് പ്രവർത്തിക്കണമേ കർത്താവേ. യേശുവിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരണം സ്വർഗ്ഗസ്ഥപിതാവേ സ്തോത്രം. മുഖവരെയായി ഞാൻ ഇത്രയും സമയം പറഞ്ഞു. എന്നാൽ എനിക്ക് ചെറിയ വേദഭാഗം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞ് ഞാൻ ആ വേദഭാഗത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ എന്നെക്കാൾ ഭംഗിയായും അനുഗ്രഹമായും ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരാണ്. അവരുടെ സംസാരവും അവരുടെ പ്രവർത്തന റിപ്പോർട്ടും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ സാധാരണക്കാരല്ല. അവർ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവർക്കെല്ലാം അവരോട് ചേർന്ന് ഇങ്ങനെ ഒരു സമയം എനിക്ക് ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം പെട്ടെന്ന് വായിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 വാക്യം വായിച്ചു.
സർവീസിലെ സഭയുടെ ദൂതനുണ്ട്. Praise the Lord. മുമ്പാകെയായിരിക്കുന്നു അദ്ദേഹത്തോട് സംസാരിക്കണമേ, ജനത്തിന് അനുഗ്രഹമാക്കണമേ, കർത്താവിനെ കാണുവാൻ വേദപുസ്തകത്തെ ഒരു വാചകത്തിൽ സംഗ്രഹിച്ച എളുപ്പം പറയാവുന്നൊരു കാര്യമുണ്ട്. ഒരു പിതാവ് തന്റെ മകന് വേണ്ടി ഒരു കാന്തയെ അന്വേഷിക്കുന്ന ചരിത്രമാണ് വേദപുസ്തകത്തിന്റെ ചരിത്രം. പിതാവായ ദൈവം തന്റെ ഓമനകുമാരനായ കർത്താവിന് വേണ്ടി ഒരു മണവാട്ടിയെ അന്വേഷിക്കുന്ന ചരിത്രം. അതാണ് വേദപുസ്തകത്തിന്റെ സമ്മറി ഒരു വാചകത്തിൽ നമുക്ക് ഒതുക്കുവാൻ കഴിയുന്നത്. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ചിലർക്ക് വെളിപ്പാട് പുസ്തകത്തിന് പേടിയാണ്. എന്നാൽ വചനത്തെ സ്നേഹിക്കുന്നവർക്ക് വെളിപ്പാട് പുസ്തകത്തോട് വളരെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നീ ഒന്നുകൂടെ പറഞ്ഞാൽ, സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്ന 2 പുസ്തകങ്ങളാണ് ഉൽപ്പത്തി പുസ്തകവും പിന്നെ വെളിപ്പാട് പുസ്തകം. എന്താ സാത്താൻ ഈ വെളിപ്പാട് പുസ്തകത്തെ വെറുക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സാത്താനെ പിടിച്ച് ബന്ധിച്ച് ചങ്ങലയിട്ട് അവന്റെ ചരിത്രം അവസാനിപ്പിക്കുന്ന അധ്യായമായി 20-ാം അധ്യായം എന്ന് പറയും. അപ്പൊ സാത്താന്റെ ചരിത്രം എങ്ങനെ അവസാനിക്കാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ. ഇപ്പൊ പുള്ളി വലിയ ജയഭേരി മുഴക്കിക്കൊണ്ട് ഒക്കെ നടക്കും. പക്ഷെ ഇവനെ എന്നേക്കുമായി തീർത്ത് കളയുന്ന ഒരു അധ്യായമാണ് വെളിപ്പാട് 20-ാം അധ്യായം. അതുകൊണ്ട് സാത്താൻ ഇതിനെ ഭയപ്പെടുന്നു. എന്നാൽ ദൈവം ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ലോട്ടറി അടിക്കുന്നതിനൊക്കെ ഭാഗ്യമാണ്. ഇതിൽ നിന്ന് രാവിലെ നാം വായിക്കുകയും വായിച്ച് കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഒരു പ്രത്യേക അനുഗ്രഹം ഈ വെളിപ്പാട് പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വെളിപ്പാട് പുസ്തകം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെതാണ്. യോഹന്നാന്റെ ലേഖനങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, പൗലോസിന്റെ ലേഖനങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, പത്രോസിന്റെ ലേഖനങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, യൂദയുടെ ലേഖനം നമുക്ക് ഇഷ്ടമാണ്, സുവിശേഷങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, സുവിശേഷകന്മാരുടെ എഴുത്തുകൾ നമുക്ക് ഇഷ്ടമാണ്. വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും പൗലോസിന്റെ ലേഖനമാകുന്നതുകൊണ്ട് ഇഷ്ടം. പക്ഷേ പൗലോസ് അല്ല ഇതിന്റെ എഴുത്തുകാരൻ, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് രാവിലെ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തു യോഹന്നാന് കൊടുത്തതാ. അപ്പൊ യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. ദൈവത്തിന്റെ സ്തോത്രം. വെളിപ്പാട് പുസ്തകവും ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ചെറിയ സെന്റൻസിൽ ഒതുക്കാൻ സാധിക്കുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ സമ്മറി എന്ന് പറയുന്നത് ജീസസ് വിൻസ്, യേശു ജയിക്കുന്നു എന്നാണ്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാരന്റെ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്യൂണായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ മാറി നിന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കോർട്ടിന്റെ സൈഡിൽ നിന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കളിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇയാളെ ഒന്ന് കളിയാക്കണമെന്ന് തോന്നുന്നു. അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ തലമുറയിൽ ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ഇപ്പോഴും ഈ പഴയ പുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമാണ്. ആട്ടെ, ഇതിന്റെ അകത്ത് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് പറയാമോ ഒരു വാചകത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്:
ഇതിന്റെ സമ്മറി എന്താന്ന് ചോദിച്ചാൽ യേശു ജയിക്കുന്നു. ജീസസ് വിൻസ്. യേശു ജയിക്കുന്നു. വെളിപ്പാട് പുസ്തകം രണ്ടും വാക്കുകളിൽ പറഞ്ഞാൽ ഇത്രയുള്ളൂ. യേശു ജയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരണത്തെയും പാതാളത്തെയും ഐക്യവർഗം ലഭിച്ചുകൊണ്ട് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ദൈവജനത്തെ ഒരു വിജയമുണ്ട്. കാരണം നാം സേവിക്കുന്ന ദൈവം ജയാളിയായ കർത്താവാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും അടുത്തത് ലോകത്തെ ജയിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ലോകത്തെ ജയിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു സമ്മറി അത്രയും. വെളിപ്പാട് പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ ഒത്തിരി സാദൃശ്യങ്ങൾ കമ്പാരിസൺ ഒത്തിരിയുണ്ട്. വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്നതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയുടെ ഉത്ഭവം നാം കാണും. ആകാശ വിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ എന്ത് കാണുന്നു? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും നാം കാണും. പാപത്തിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിൽ പാപം അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേദപുസ്തകം നാം മനസ്സിലാക്കുമ്പോൾ സൂര്യന്റെ ഉത്ഭവം എവിടെ കാണുന്നേ? സൂര്യൻ പകൽ വാഴുവാൻ സൂര്യൻ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. വെളിപ്പാട് പുസ്തകം നാം എന്താ കാണുന്നത്? സൂര്യന്റെ വെളിച്ചം ഇനി ആവശ്യമില്ല. പിന്നെ കുഞ്ഞാടതിന്റെ വിളക്കാകുന്നു. മന്ദിരത്തിൽ പ്രകാശിപ്പാൻ സൂര്യന്റെ വെളിച്ചം ആവശ്യമില്ല. കാരണം കുഞ്ഞാടതിന്റെ വിളക്കാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ രാത്രി നാം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ രാത്രി അവിടെ ഇല്ലല്ലോ. സ്തോത്രം. രാത്രി അവിടെ ഇല്ലല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപം രംഗപ്രവേശനം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം വരുമ്പോൾ യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെ സ്തോത്രം. ശാപം മാറുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പാരഡൈസ് ലോസ്റ്റ്, പരദീസ നഷ്ടപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ പാരഡൈസ് റീഗെയിൻഡ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പരദീസ ദൈവം മനുഷ്യന് മടക്കി നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തടയുകയാണ്. സ്തോത്രം. ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാതെ വണ്ണം ദൈവം അവനെ തടയുമ്പോൾ വെളിപ്പാട് പുസ്തകം കാണുന്നത് എന്താ? ഞാൻ അവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെങ്കിലും നിന്നൊഴുകിയ ഒരു നദി 4 ശാഖയായി തിരിഞ്ഞു. പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ വീതിയുടെയും സിംഹാസനത്തിന്റെയും നടുവിൽ ശുഭ്രമായ ജീവജല നദി അവനെ കാണിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയതെല്ലാം അവസാനിക്ക് പുതിയതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം ആരംഭിച്ചു. തന്റെ സഹോദരനായ ഹാബേലിനെ കയ്യിൽ കൊന്നതോടുകൂടെ വെളിപ്പാട് പുസ്തകത്തിൽ മരണം ആരംഭിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം ആരംഭിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം എന്താ കാണുന്നത്? യഹോവയായ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാവുകയില്ല. സ്തോത്രം. കാലാകാലങ്ങളിലായി നമ്മെ വിട്ട് അക്കരെ നാട്ടിലേക്ക് വാങ്ങിപ്പോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ മരണം വഴിയായി അക്കരെ നാട്ടിൽ പോയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു ഇനി മരണം ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മനുഷ്യന്റെ വിവാഹം പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിന്റെ വിവാഹ മഹോത്സവം വെളിപ്പാട് പുസ്തകത്തിൽ കാണുകയാണ്. ഒന്നാം മനുഷ്യനായ ആദമിന്റെയും ഹവ്വയുടെയും വിവാഹം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ടെങ്കിൽ രണ്ടാം മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ തന്റെ സഭയുമായിട്ടുള്ള വിവാഹം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുകയാണ്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച ഒരു മഹത്വം എടുക്കുക.
കുഞ്ഞോടന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തിയാകുന്ന തേജസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ശുഭ്രവസ്ത്രധാരിയായി കർത്തന്റെ മുമ്പിൽ ഞാനും നിങ്ങളും വെളിപ്പെടുവാനുള്ള ദിവസം അടുത്തുപോയി. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പണിത ബാബിലോൺ നഗരം നാം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുകയോ എന്താ പറയുന്നത്? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ ബാബിലോൺ നഗരത്തെയാണ് കാണുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന മലവാട്ടിയെ പോലെ ഇറങ്ങി വരുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ആരംഭിച്ചതെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ചതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിച്ചു. ഒരു കാര്യം ഞാനിവിടെ പറയട്ടെ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാമം അതിനെ തികയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വലിയ പ്രസ്ഥാനം ആരംഭിച്ച ദൈവമാണ്. സ്തോത്രം. എവിടെ വരിക? കർത്താവിന്റെ നാമം തികയ്ക്കുവാൻ ദൈവം ശക്തനാ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ശക്തനാ. ആരംഭിച്ച ദൈവമാണെങ്കിൽ ദൈവം ബാക്കി കാര്യം നോക്കിക്കൊള്ളും. നിങ്ങളുടെ വിശ്വാസ ജീവിതം കാൽവറി ക്രൂശിനെ നോക്കിക്കൊണ്ട് ആരംഭിച്ചതാണെങ്കിൽ അത് അക്കരെ തമ്പുരാൻ എത്തിക്കും. അതിന്റെ മുമ്പിൽ വരുന്ന ദുർഘടമേടുകൾ, പർവ്വതങ്ങൾ, യോർദാന്റെ വൻകാടുകൾ, സ്തോത്രം, യെരിഹോ കോട്ടകൾ നിങ്ങളെ തകർക്കുകയില്ല. ചെങ്കടൽ നിങ്ങളെ നോക്കിക്കളയില്ല. അഗ്നിജ്വാല നിങ്ങളെ ദഹിപ്പിക്കുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ. അക്കരെ എത്തിക്കും വിശ്വസ്തൻ. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ കർത്താവാണ് ഇത് ആരംഭിച്ചത്. നമ്മെ വിളിച്ചത് കർത്താവ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിനോട് കൂടെ നടന്ന വിശുദ്ധന്മാരുണ്ട്. അബ്രഹാം, ഹാനോക്ക്, നോഹ തുടങ്ങിയ വിശുദ്ധന്മാരൊക്കെ കർത്താവിനോട് കൂടെ നടന്നവരാണ്. പ്രസിദ്ധരായ ശക്തന്മാരായ ദൈവദാസന്മാർ കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം, എല്ലാവരുടെയും പേര് ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയാവുന്ന. എന്നാൽ അവരെ ആരെയും ഈ പുസ്തകം എഴുതാൻ ദൈവം തിരഞ്ഞെടുത്തില്ല. ദൈവം തിരഞ്ഞെടുത്ത യോഹന്നാനെ. ശക്തന്മാരായ അഭിഷിക്തരായ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്നേഹിതൻ അറിയപ്പെട്ട അബ്രഹാമിനെയോ ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലിനെയോ ശക്തനായ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസിനെയോ ഈ കാര്യം ഏൽപ്പിക്കാതെ കേവലം സാധാരണ ശിഷ്യനായിരുന്ന യോഹന്നാനെയാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് യോഹന്നാനെ തിരഞ്ഞെടുത്തത്? എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാരണം ഞാൻ മനസ്സിലാക്കിയത് 4 സുവിശേഷകന്മാർ. മത്തായി തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. മാർക്കോസ് ആകട്ടെ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനത്തോടുകൂടിയാണ്. ലൂക്കോസ് തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ ജനന വൃത്താന്തം പറഞ്ഞുകൊണ്ടാണ്. 3 സുവിശേഷകന്മാരും 3 രീതിയിൽ തങ്ങളുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അനാദികാല നിത്യതയിൽ എഴുതി തുടങ്ങിയവനെ വരുവാൻ പോകുന്ന ഭാവികാല നിത്യത കാണിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയവനായ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതി തുടങ്ങിയ യോഹന്നാനെ കൊണ്ട് അനധിവിദൂര ഭാവിയിൽ ലോകത്തിലും ഭൂമിയിലും അതേ വാനകോളങ്ങളിലും സ്വർഗങ്ങളിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നും. രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാ: യേശുവിന്റെ രാജ്യത്തിലും
കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ പത്മോസിൽ ആയിരുന്നു. ശ്രദ്ധിക്കുക, യേശുവിന്റെ രാജ്യത്തിലും കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായിരുന്ന വ്യക്തിയാണ് ആര്? യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ ഓടി മാറി, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇട്ടേച്ചു പോയി. പക്ഷെ ക്രൂശിന്റെ ചുവട്ടിൽ അവസാന നിമിഷം വരെ കണ്ട ഒരൊറ്റ ശിഷ്യനേ ഉള്ളൂ, അത് യോഹന്നാനാണ്. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. നിയമം എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിൽ സീക്രട്ട് അല്ലെങ്കിൽ രഹസ്യം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവയുടെ സഖിത്വം, ഫ്രണ്ട്ഷിപ്പ് ആർക്കുണ്ടാകും? തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവരെന്തറിയിക്കും? തന്റെ രഹസ്യങ്ങൾ അറിയിക്കും. സ്തോത്രം. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരിയിരുന്ന അരിമ ശിഷ്യൻ. എല്ലാവരും ഓടിപ്പോയപ്പോൾ ഓടിപ്പോകാതെ അവന്റെ കഷ്ടതയിൽ കൂട്ടാളിയായവനെ തന്റെ മഹത്വത്തിൽ കൂട്ടാളിയാക്കാൻ സ്വർഗം തീരുമാനിച്ചു. ഞാനൊരു ദൂതിനെ നിങ്ങളോട് പറയാം. ഇന്ന് നിങ്ങൾ അവന്റെ കഷ്ടങ്ങളിൽ അവനോട് പങ്കാളിയായാൽ നിങ്ങൾ അവന്റെ മഹത്വത്തിൽ അവനോട് പങ്കാളികളാകും. ദൈവത്തിന് സ്തോത്രം. കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയുള്ളതാക്കുന്നതിനാൽ ഞങ്ങൾ കഷ്ടങ്ങളെ പ്രശംസിക്കുന്നു. വരുവാനുള്ള പ്രത്യാശ, വരുവാനുള്ള സന്തോഷം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടം അത്യന്തം അനവധിയാണ്. തേജസ്സിന്റെ നിത്യഘനം. ഇന്നത്തെ കഷ്ടം നാളത്തെ തേജസ്സിന്റെ നിത്യഘനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ കാര്യങ്ങളെ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടൊന്നും പാടാനും അറിയത്തില്ല. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിലയുണ്ട് അതിന്റെ പൊന്നിലും. അനാദിനാഥനെ ശിവൻ അറിയാവുന്ന സ്തോത്രം. എനിക്ക് പാടാറിയില്ല, പറഞ്ഞു സ്തോത്രം. ഇന്ന് സംഭവിക്കുന്ന കാര്യം നാളെ എന്ത് സംഭവിക്കുന്നുള്ളതായ കാര്യം. ഇന്ന് ഇവിടെ സംഭവിക്കുന്നതൊന്നും വലിയ വിഷയമല്ല. പക്ഷെ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഷ്ടത നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്നതാണ്. തന്റെ കഷ്ടതയിൽ കൂട്ടാളിയായവരെ തന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കാൻ സ്വർഗത്തിൽ തിരിഹിതമുണ്ടായി. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഫെലോഷിപ്പ് ഇൻ സഫറിംഗ്. തന്റെ കഷ്ടതയിൽ കൂട്ടാളി. പാപം ചെയ്യാത്ത ഒരു മകൻ ദൈവത്തിനുണ്ട്. കഷ്ടം സഹിക്കാത്ത ഒരു മക്കളും കർത്താവിന്റെ പിതാവായ ദൈവത്തിനില്ല. തന്റെ ഏകജാതനായ പുത്രനെ കുറിച്ച് അവൻ കഷ്ടം സഹിച്ചവനാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്നത്തെ കഷ്ടതയല്ല വിഷയം, നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സാ വിഷയം. അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു മിഷണറി കുടുംബം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഉള്ള ജനതയുടെ സുവിശേഷം അറിയിക്കുവാൻ കടന്നുപോയി. ദീർഘവർഷങ്ങൾ അവിടെ അവർ ജീവിച്ച് അവിടെയുള്ള ജനതയെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ അവർക്ക് സാധിച്ചു. പ്രായാധിക്യത്തിലെത്തിയ ആ മിഷണറി വീരൻ മടങ്ങി അമേരിക്കയിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആ കപ്പലിലുണ്ട്. കപ്പൽ ന്യൂയോർക്കിന്റെ തീരത്തോട് വന്ന് അടുത്തപ്പോൾ പട്ടാളക്കാരും കമാൻഡർമാരും ഒരു വലിയ കൂട്ടം മന്ത്രിമാരും ഗവർണേഴ്സും ഒക്കെ പ്രസിഡന്റിനെ സ്വീകരിക്കുവാൻ ആ തുറമുഖത്ത് വന്ന് കൈവീശി തയ്യാറായി നിൽക്കുകയാണ്. പ്രസിഡന്റിനെ അവർ കണ്ടു, സ്വീകരിച്ചു, കൊണ്ടുപോയി. ഭക്തനായ ദൈവദാസൻ കുടുംബം ദീർഘവർഷങ്ങൾക്ക് താവിന് വേണ്ടി അധ്വാനം ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ആരും വന്നില്ല. സ്തോത്രം. അത് കണ്ട് ഭാരപ്പെട്ട ആ ദൈവദാസൻ തന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ഇത്രമാത്രം കഷ്ടം ചെയ്ത് കർത്താവിന് വേണ്ടി നാം അധ്വാനിച്ചു, നമ്മളെ സ്വീകരിക്കാൻ ആരും വന്നില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 10,000 വന്നു. ആ ഭക്തിയായ സഹോദരി ദൈവദാസനോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയനെ, അമേരിക്കൻ പ്രസിഡന്റ് തന്റെ രാജ്യത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ അവർ സ്വീകരിച്ചത്. നമ്മൾ ഇതുവരെ നമ്മുടെ രാജ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. നാം ഇതുവരെ നമ്മുടെ രാജ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ രാജ്യം ഇവിടെയല്ല, അതിന് മുകളിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ ദൂതന്മാരുടെ മധ്യത്തിൽ, വിശുദ്ധന്മാരുടെ മധ്യത്തിൽ നമ്മെ സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവിടുത്തെ കാര്യമൊന്നും വിഷയമല്ല, ഇവിടുത്തെ പ്രതിഫലങ്ങളൊന്നും വിഷയമല്ല.
കല്ലായി. കഷ്ടങ്ങൾ സഹിച്ച്, പീഡകൾ സഹിച്ച്, നിന്ദകൾ സഹിച്ച് പ്രാണപ്രിയന് വേണ്ടി സേവ ചെയ്ത വിശുദ്ധന്മാർ ഒരു ദിവസം അക്കരെ നാട്ടിൽ എത്തിച്ചേരും. അവരെ സ്വീകരിക്കാൻ ദൂതന്മാരുടെ വലിയ വൃന്ദമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ വലിയ വൃന്ദോടെ ഉണ്ടായിരിക്കും. തേജസ്സമുടനായ കർത്താവ് തന്റെ വലങ്കരം കൊടുത്ത് അവരെ സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ അവരുടെ പ്രതിഫലം കഷ്ടതയിൽ പങ്കാളിയാകും, നല്ല മഹത്വത്തിൽ പങ്കാളിയാകും. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇക്കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ നോക്കി പാർക്കുന്നു. ഹല്ലേലൂയ. സകല സൃഷ്ടി ഇതുവരെ ഒരുപോലെ നിരങ്ങി ഇതോടെ ഇരിക്കുന്നു. ആത്മാവ് യാത്രദാനം പ്രാപിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഉത്തരത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്കൊരു പ്രതിഫലമുണ്ട്. കഷ്ടം സഹിച്ചവൻ കൂടവായുള്ള ഒരു ദിവസമുണ്ട്. യോഹന്നാൻ എഴുതി തുടങ്ങുന്നത് അനാദികാലം നിത്യതയിലാണ്. അനന്തകാല നിത്യത ദൈവം യോഹന്നാനെ കാണിച്ചു. എല്ലാവരും മാറി നിന്നപ്പോൾ കർത്താവിന്റെ ശിഷ്യവൃന്ദത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മലയിൽ കർത്താവ് മുകളിലേക്ക് കയറി ചെന്നപ്പോൾ കയറിപ്പോയപ്പോൾ അവിടെ 500-ലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു. കർത്താവ് ഈരണ്ടായി പറഞ്ഞയച്ചപ്പോൾ 70 പേരായിരുന്നു. അത് ചുരുങ്ങി വീണ്ടും 12 മാറി. ആ 12-ന്റെ അകത്ത് ഒരു 3 പേര് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു അവര്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നർ സർക്കിൾ എന്ന് പറയും. ഇന്നർ സർക്കിൾ പാസ്റ്റർമാർക്കും ഉണ്ട് ഇന്നർ സർക്കിള്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇന്നർ സർക്കിള്. ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാനിൽ ഒരുവനായിരുന്നുകൊണ്ട് ദൈവം തീരുമാനിച്ചു അവനെ എനിക്ക് എന്റെ രാജ്യത്തിൽ എന്നോടുകൂടെ അതേ പ്രതിബന്ധിക്കുന്ന നാളിൽ തന്റെ ദാസനെ ഒരുമിച്ച് കാണുവാൻ ദൈവം തീരുമാനിച്ചു. കർത്താവിന്റെ മഹത്വം. റോമൻ ചക്രവർത്തിമാരുടെ കാലയളവ് ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെ കാലയളവായി. എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന് പറയത്തക്കവണ്ണം ലോകത്തിന്റെ എല്ലാ വഴികളിൽ നിന്നും റോമിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു. സമ്പൽ സമൃദ്ധി കാരണം അന്നത്തെ ചക്രവർത്തിമാരെ ജനങ്ങൾ ദൈവങ്ങളായി ആരാധിക്കുവാൻ തുടങ്ങി. ജൂലിയസ് സീസർ പറഞ്ഞു, "I am the Lord." ഞാനാണ് ദൈവം. ചക്രവർത്തിമാരെല്ലാം പ്രഖ്യാപിച്ചു, നിങ്ങൾ വേറെ ദൈവങ്ങളെ ഒന്നും ആരാധിക്കേണ്ട. തെരുവീഥികളിൽ ഞങ്ങളുടെ പ്രതിമ സ്ഥാപിച്ച് അതിന്റെ മുമ്പിൽ പൂമാല ചാർത്തി മെഴുകുതിരി കത്തിച്ച് സുഗന്ധദ്രവ്യങ്ങൾ വാരിയെറിഞ്ഞ് ഞങ്ങളെ ദൈവമായിട്ട് ആരാധിക്കണം. ചക്രവർത്തിമാരെ ഭൂരിഭാഗം പേരും ദൈവങ്ങളായി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഭൂരിഭാഗം പേരും പറഞ്ഞു, "സീസർ ഈസ് അവർ ലോർഡ്." പക്ഷേ ഈ വിശുദ്ധന്മാർ പറഞ്ഞു, "സീസർ ഈസ് നോട്ട് അവർ ലോർഡ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ലോർഡ്." ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് സീസർ അല്ല, യേശു ക്രിസ്തു മാത്രമാ ഞങ്ങളുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രശ്നം അതാ. എല്ലാ ദൈവങ്ങളുടെയും കൂട്ടത്തിൽ ഒരു ദൈവമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു വീടയില്ല. എല്ലാ ദൈവങ്ങളുടെയും കൂട്ടത്തിൽ ഒരു ദൈവമാണ്. എല്ലാ റോഡും ഏതി വിശ്വസിച്ചാലും അക്കരെ ചെല്ലാമെന്ന് പറഞ്ഞ് ശ്രമിച്ചാൽ ഒരു വീടേ ഉണ്ടാകത്തില്ല. യേശു മാത്രം ഏക കർത്താവ് എന്ന് പറയുന്ന പ്രശ്നം, യേശു മാത്രം ഏക രക്ഷിതാവ് എന്ന് പറയുന്ന പ്രശ്നം ഇന്ന് രാവിലെ സമയം നമുക്ക് കരങ്ങൾ ഉയർത്തി പറയാം, യേശു മാത്രം ഏക രക്ഷിതാവ്. ആകാശത്തിൽ ഭൂമിക്ക് നൽകപ്പെട്ട ഒരൊറ്റ നാമം, യേശുവിന്റെ നാമം മാത്രം. മറ്റൊരുത്തനിൽ രക്ഷയില്ല, മറ്റൊരുത്തനിൽ രക്ഷയില്ല. എല്ലാവരും ഒന്നല്ല. യേശു ക്രിസ്തു നിസ്തുല്യനാണ്, വേദസമ്പൂർണ്ണനാണ്, രാജാധിരാജാവാണ്. അത് വിളിച്ചു പറയുമ്പോഴാ പീഡയുണ്ടാകും. ഓർത്തിന്റെ പീഡ ഉണ്ടാകത്തില്ല. ആ പുള്ളി ഈ പുള്ളി ഈ പുള്ളി എല്ലാം ഒന്നാ. എല്ലാരും ഒരത്തൊട്ടാ ഒന്നെന്ന് പറഞ്ഞാൽ പീഡ ഉണ്ടാകും. പീഡ വരുന്നതിനായത് യേശു മാത്രം രക്ഷയെന്ന് പറഞ്ഞ പീഡ. ഈ വിശുദ്ധന്മാർ അങ്ങനെ വിളിച്ചു പറഞ്ഞു, രക്തസാക്ഷികളായി മാറി. രക്തസാക്ഷികളുടെ രക്തം ദൈവസഭയുടെ വിത്ത. എവിടൊക്കെ രക്തസാക്ഷികളുടെ രക്തം വീണിട്ടുണ്ടോ ക്രിസ്തു മാർഗം നശിച്ചിട്ടില്ല, തഴച്ചു വളർന്നിട്ടേയുള്ളൂ. എന്തുവാ നോർത്തിന്റെ നടക്കുന്നത്? പീഡയുടെ മധ്യത്തിൽ സഭ വളരുക. ഇത് പെന്തക്കോസ്തന്റെ കാലയളവാ. വിശ്വസിക്കുന്ന ദൈവജനങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു കാലത്ത് പേപ്പട്ടിയെ പോലെ ഓടിച്ചു വിട്ടവരാ, പന്നിയിൽ നിറക്കി വിട്ടവരാ, പെന്തക്കോസ്തിൽ ചേരണം കപ്പയും മീനും തിന്നണമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടവരാ. സ്വതന്ത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ പഠിച്ച
എന്റെ പേര് വിളിക്കത്തില്ലായിരുന്നു. ഉത്തരം പറയാൻ പറഞ്ഞ പെന്തക്കോസുകാരൻ പറയടാന്നേ പറയത്തുള്ളായിരുന്നു. അത്ര അവജ്ഞയായിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്നെ കാണുന്നുണ്ടല്ലോ, ഞങ്ങളുടെ അറിവില്ല ഇങ്ങോട്ട് പറഞ്ഞാൽ പറയും. വിഷയം മാറിപ്പോയതേ. കേരളത്തിന്റെ ചരിത്രം മാറിക്കൊണ്ടിരിക്കുക. പഞ്ചാബ് മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക, തമിഴ്നാട് മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക, ഇന്ത്യയുടെ ആന്ധ്ര മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. കച്ചുടക്കാൻ ശ്രമിച്ചവരെല്ലാം പരാജയപ്പെട്ടിട്ടുള്ളൂ. ഇത് പ്രശ്നം കാണുമ്പോൾ മാറുന്ന മാർഗമൊന്നുമല്ല. കാരണം പൈസ കൊടുത്തു മാറ്റുന്ന മാർഗവുമല്ല ഇത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തം കൽവറിയിൽ ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഒരു അരുമനാഥനുണ്ട്. ആരും എന്നെ സ്നേഹിക്കാതിരുന്നപ്പോൾ, ആരും എന്നെ വീണ്ടെടുക്കുവാനില്ലാതിരുന്നപ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പവരോടൊപ്പാനോ ആർക്കും ഒരു നാളും സാധ്യമല്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതെന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണവും പ്രവാചകന്മാരും മാറിയിരുന്നപ്പോൾ ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പറഞ്ഞ പിതാവിനെ ഹിതം ചെയ്യുവാൻ സ്വർഗം വിട്ട് താനിറങ്ങി. ഓ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ അവതീർണനായ ആകാശത്തിന് ഭൂമിക്ക് മധ്യത്തിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങപ്പെട്ട അരിമത്ഥയായ യോസേഫിന്റെ കല്ലറയിലടക്കപ്പെട്ട മൂന്നാം നാൾ മരണത്തെയും പാതാളത്തെയും ഐശ്വര്യം വെപ്പിച്ച റോമൻ എംപീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവന്റെ മാർഗമായ ഇതിനെ തച്ചുടയ്ക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഞാൻ എന്റെ സഭയെ പണിയുന്നത് കർത്താവ്. ഞാൻ എന്റെ സഭയെ പണിയും. ആകാശ ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എത്ര അടി, എത്ര ഇടി, എത്ര പ്രശ്നങ്ങളും എത്ര കാരാഗ്രഹങ്ങളും അനുഭവിച്ച ദൈവദാസന്മാർ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും മാറ്റാൻ ആർക്കും സാധ്യമല്ലെന്നേ. ഭീഷണി കൊണ്ടോ അടി കൊണ്ടോ ഉപദ്രവം കൊണ്ടോ തകരുന്ന മാർഗമല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനേകായിരങ്ങളുടെ രക്തസാക്ഷികളായിരുന്നു. യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി പിടിച്ചിട്ട് തന്നെ കൊല്ലുവാൻ വേണ്ടി തിളച്ച എണ്ണ തിളപ്പിച്ച്, വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചിട്ട് തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ ചക്രവർത്തി നോക്കിയപ്പോൾ മീനിനെ പൊരിച്ചെടുക്കുന്ന പോലെ യോഹന്നാനെ പൊരിച്ചെടുക്കാമെന്ന ചക്രവർത്തി വിചാരിച്ച്. ചക്രവർത്തി നോക്കിയപ്പോൾ തന്റെ രോമത്തിന് പോലും കേടുവരാതെ ദൈവം യോഹന്നാനെ പരിപാലിച്ചു. ഞാനൊരു കാര്യം പറയാം, ദൈവദാസന്മാരോടും കൂടെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, അത് തീരാതെ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മുടെ ആയുസിനെ തൊടാൻ സാധ്യമല്ല, നമ്മെ തകർക്കാൻ സാധ്യമല്ല. വെറുതെയാണോ 4 അറ്റാക്ക് വന്നിട്ട് ഇവിടെ ചാടി എഴുതി നിന്ന്? ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ശക്തിക്ക് നമ്മെ തകർക്കാൻ സാധ്യമല്ല. തിളച്ചേറയിലേക്ക് വലിച്ചെറിയ യോഹന്നാൻ ജീവനോടെ എഴുന്നേറ്റ് വെളിയിൽ വന്നു കണ്ടപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി ഇവരെ കൊല്ലാനൊക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഈജിയൻ സമുദ്രത്തിലുള്ള പത്മോസ് എന്ന വിജനദ്വീപിലേക്ക് ചീങ്കണ്ണികളാലും കൊതുകുകളാലും വിഷപ്പാമ്പുകളാലും നിറഞ്ഞ രാജ്യദ്രോഹ കുറ്റവാളികളെ നാടുകടത്തുന്ന ദ്വീപിലേക്ക് യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി നാടുകടത്തി. ഡൊമീഷ്യൻ പറഞ്ഞു, എന്നോട് ഞാൻ പറയുന്നത് കേട്ടില്ല, നിനക്ക് ഇങ്ങനെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഡൊമീഷ്യൻ ചോദിച്ചാൽ ഡൊമീഷ്യൻ പറയും, എന്നെ ആരാധിച്ചില്ല, നിനക്ക് വരാൻ പോകുന്ന കാര്യം ഇതാണ്, നാടുകടത്തി കളി. പക്ഷെ യോഹന്നാൻ ചോദിച്ചു നോക്കി. യോഹന്നാൻ പറയും, എന്താ പറയുന്നത്? എന്റെ കർത്താവിന്റെ വലിയ ദർശനം കാണാൻ ദൈവം എനിക്ക് തന്ന അവസരമായില്ല. ഇതെന്നെ നശിപ്പിക്കാനല്ല എന്റെ പ്രമോഷനാണ്. എന്റെ കർത്താവിനോട് ഒന്നുകൂടെ ചേർന്നിരിക്കുവാൻ, ദിവ്യ ദർശനങ്ങളെ കാണുവാൻ, ആത്മാവിൽ ശക്തീകരിക്കുവാൻ ദൈവം എനിക്ക് തന്നെ അവസരം. നിങ്ങളുടെ ഏകാന്തതകൾ യേശുവിനെ സ്വീകരിച്ചത് നിമിത്തം നിങ്ങൾ കുടുംബത്തിൽ ഏകപ്പെട്ട് ഏകരായിരിക്കുന്നെങ്കിൽ, സമൂഹത്തിൽ ഏകരായിരിക്കുന്നെങ്കിൽ, മറ്റ്
മറ്റുള്ളവർ നിങ്ങളെ തഴഞ്ഞെങ്കിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാനൊരു ദൂത് പറയാം. എല്ലാവരും ഉപേക്ഷിച്ചാലും വിളിച്ച ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ആരെല്ലാം മാറിപ്പോയാലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും അവൻ നമ്മെ മറക്കുകയില്ല. നാം പ്രതീക്ഷ വെച്ച പലരും മാറിപ്പോയെന്ന് വരാം, നാം നോക്കിയ പലരും മാറിപ്പോയെന്ന് വരാം. ഒരിക്കലും മറന്ന ഒരുവൻ പിൻപറ്റുവാണ് ഇങ്ങനെയുള്ളവരെ പിൻപറ്റണം. അനുസരിക്കണം, ഇവരെ അനുസരിക്കണം. സ്തോത്രം. കൽപ്പന അനുസരിച്ച ഇങ്ങനെയുള്ളവരെ അനുസരിക്കണം. രക്ഷിക്കപ്പെടാൻ പറഞ്ഞാൽ അനുസരിച്ചോണം. കാര്യം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആ വാക്ക് മാറത്തില്ല, ഇടയ്ക്ക് ഇട്ടേച്ചു പോകത്തില്ല. അവസാനം മരണം നടത്തും. സ്നാനപ്പെടാൻ പറഞ്ഞാൽ ദേവദാസന്മാരൊക്കെ എത്ര നാളുകൊണ്ട് പറയുന്നു, ഇപ്പോഴും സ്നാനപ്പെടാതെ ഇങ്ങനെ ആഴ വെള്ളം കാണുമ്പോൾ പുറകോട്ട് നിൽക്കുന്നത്. പലരും വെള്ളം കാണുമ്പോൾ പുറകോട്ട് പിടിക്കും, പുറകോട്ട് നോക്കുക. പുറകോട്ട് നിൽക്കുക, വെള്ളം കാണുന്നുണ്ട്. വെള്ളം കാണുമ്പോൾ പുറകോട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സ്നാനപ്പെടണം. ദേവദാസന്മാരെ റെഡിയാണ്. സ്വത്രം. ജലത്തിൽ സ്നാനപ്പെടണം, മുങ്ങി 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 സ്നാനപ്പെടണം. ഒരു സ്വത്രം പറയാം. വേർപാട് പാലിക്കണം, കൂട്ടായ്മയാതിരിക്കണം, അപ്പം തുറക്കണം, പ്രാർത്ഥന കഴിക്കണം. 7 അടിസ്ഥാന ഉപദേശങ്ങൾ വചനത്തിലുള്ളത്. അതിനനുസരിച്ചാകിലുണ്ടല്ലോ നിനക്കും നിന്റെ സന്തതിക്കും അനുഗ്രഹം. യഹോവാഭക്തിക്കും താഴ്മയ്ക്ക് യഹോവാഭക്തിയുള്ള പ്രതിഫലം. ധനം, മാനം. പിന്നെന്താ വേണ്ടത്? എനിക്ക് കാശില്ലെന്ന് പറഞ്ഞ് വളമൊന്നും വെക്കണ്ട, താഴ്മയോടെ നടന്നാൽ മതി, യഹോവാഭക്തിയോടെ നടന്നാൽ മതി. പ്രതിഫലമുണ്ട്. യഹോവാഭക്തിക്കും താഴ്മയ്ക്കുള്ള പ്രതിഫലം ധനം, മാനം, ജീവൻ. സ്തോത്രം. പണം ഉണ്ടാക്കണമെങ്കിൽ എളുപ്പ വഴി എന്തുവാ പറഞ്ഞേ? എല്ലാവരും പറ. ലോട്ടറി എടുക്കണം അല്ലേ? അല്ല, താഴ്മ, യഹോവാഭക്തി. ദൈവവചനം അനുസരിച്ച് മുമ്പോട്ട് പോയാൽ നീ അറിയാത്ത വഴി തമ്പുരാൻ തുറക്കും. ലോകത്തിലാരും ചിന്തിക്കാത്ത വഴി ദൈവം തുറക്കും. അടഞ്ഞു കിടക്കുന്ന വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരും. ലോകം കണ്ണു തള്ളുന്ന വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ആരുടെയും ചിന്തയിൽ വരാത്ത വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കാൻ തയ്യാറുള്ള ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത്, യോഹന്നാനെതിരെ ചക്രവർത്തി സകല വാതിലും വലിച്ചടച്ചു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. 4 വാതിലും യോഹന്നാനെതിരെ വലിച്ചടച്ചു. ഞാനൊരു കാര്യം പറയാം. നമുക്കെതിരെ സാത്താനും ലോകവും എല്ലാ വാതിലും വലിച്ചടച്ച് ഇനി നിന്നെ രക്ഷപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞോ. സ്വത്രം. ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ഉയരത്തിൽ തുറക്കും. സ്തോത്രം. ഉയരത്തിൽ തുറക്കും. യോഹന്നാൻ നോക്കിയപ്പോൾ ഉയരത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. സ്തോത്രം. ലോകം നമ്മുടെ നന്മയുടെ വാതിൽ വലിച്ചടയ്ക്കട്ടെ, തലമുറയുടെ വാതിൽ വലിച്ചടയ്ക്കട്ടെ, സമ്പത്തിന്റെ വാതിൽ വലിച്ചടയ്ക്കട്ടെ, ആരോഗ്യത്തിന്റെ വാതിൽ സാത്താൻ വലിച്ചടയ്ക്കട്ടെ. ആർക്കും അടയ്ക്കാതെ തുറക്കുകയും ആർക്കും തുറക്കുവാൻ കഴിയാതെ അടയ്ക്കുകയും ചെയ്ത ദാവീദിന്റെ താക്കോലുള്ളവൻ. ശൗലാനാമ ഹംദ ദീവാറൗല ഹൻസാറാല ഹത്തററാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും അടയ്ക്കാൻ കഴിയാതെ ഉയരത്തിലെ കീഴ്വാതിൽ ദൈവം യോഹന്നാന് വേണ്ടി തുറന്നു. ഞായറാഴ്ച ദിവസം അവിടെ എഴുതിയിരിക്കുന്ന കർത്തൃ ദിവസം തന്നെ ഞാൻ ആത്മവേശനാണ്. അതിനെ കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഞാൻ നിങ്ങളെ കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഭൂരിഭാഗം വിശ്വസിക്കുന്നത് കർത്തൃ ദിവസം പറയുന്നത് ഞായറാഴ്ചയാണ്. നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചക്രവർത്തിക്ക് വേണ്ടി ഒരു ദിവസം വേർതിരിച്ചിരുന്നു. ആ ദിവസത്തിന് പേരാണ് ലോർഡ്സ് ഡേ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. എല്ലാവരും ചക്രവർത്തി ആരാധിക്കാൻ പോയപ്പോൾ യോഹന്നാൻ മാത്രം അവിടെ കൊണ്ട് ആത്മാവിലായി. ഒരു വ്യാഖ്യാനമാണ്. നിങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആകട്ടെ, കർത്തൃ ദിവസം പറയുന്നത് ഞായറാഴ്ച ആരാധനയാണെങ്കിലോ നമ്മൾ ഇങ്ങനെ ഇരിക്കുമോ? യോഹന്നാൻ പ്രയാസത്തിന്റെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, ഏകാന്തതയിൽ അവർ ഒറ്റയ്ക്കിടുന്ന ആത്മാവിലായി. സ്വത്രം പറയാൻ ആരുമില്ല,
കൈയടിക്കാൻ ആരുമില്ല, ഹല്ലേലൂയ പറയാൻ ആരുമില്ല. ഒറ്റയ്ക്കിരുന്നപ്പോൾ ആത്മാവിനായി. നമ്മുടെ കൂടെ ഇത്രയും പേരുണ്ടായിട്ട് നമുക്ക് ആത്മാവിനാകാൻ വിഷമമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത ദിവസത്തിൽ ആത്മാവിനായി നീ കാണുന്നൊരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, സർദീസ്, തുയത്തൈര, ഫിലദൽഫിയ തുടങ്ങി 7 സഭകൾക്ക് ദൂതയക്കാൻ ദൈവം യോഹന്നാനോട് പറഞ്ഞു. അവൻ നോക്കിയപ്പോൾ മാനത്തവർക്ക് ചകിട്ടിയവനായി, വെള്ളൂർ സഭക്കാരുള്ളവനായി, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നവനായ തേജസ്സമ്പൂർണനായ കർത്താവിനെ കണ്ടു. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പം താഴെ വീണു. നമ്മളെ പലരും നേരെ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാണേണ്ടവനെ കാണേണ്ട പോലെ കണ്ടിട്ടില്ല. സ്തോത്രം. കസേരയും കാലും വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? തേജസ് കണ്ടിട്ടില്ല, തേജസ് കണ്ടിട്ടില്ല. നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടില്ല. കൈ കെട്ടിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടില്ല. വായടച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവന്റെ തേജസ് നിനക്ക് മനസ്സിലായിട്ടില്ല. തേജസ് കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു ഞാനൊന്നുമില്ല. ഇന്ന് രാവിലെ അവരുടെ തേജസ് ഒന്ന് കണ്ടാൽ നമ്മൾ മുട്ട നിന്നെന്ന് പറയും, കർത്താവേ ഞാനൊന്നുമില്ല. അത് കണ്ടില്ല, നമ്മൾ കാലം വെച്ചിരിക്കും. സ്തോത്രം, സ്തോത്രം. അവന്റെ തേജസ് ഒന്നും കാണാം. മോശയുടെ തേജസ് കണ്ടു, യെശയ്യാവിന്റെ തേജസ് കണ്ടു, യെഹെസ്കേലിന്റെ തേജസ് കണ്ടു, ദാനിയേലിന്റെ തേജസ് കണ്ടു, പൗലോസിന്റെ തേജസ് കണ്ടു. നിങ്ങൾ അവന്റെ തേജസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ തേജസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ കൂടെ ഞാൻ ജോലി നോക്കുന്ന സമയത്ത് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജോലി രാജിവെച്ച് ദൈവം എന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നോട് ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ സമൂഹത്തിന്റെ ഒരു പുരോഹിതനാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ വേറൊരു വാക്കാൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നദി പോയി കൈകൂപ്പി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഏത് പ്രാർത്ഥന ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിച്ചു കുറെ കഴിയുമ്പോൾ അവർ ആരാധിക്കുന്ന മൂർത്തി അവിടെ വെളിപ്പെടുന്നു. എന്നോട് പറഞ്ഞ കാര്യമാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ കാര്യമാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ജാതികൾ അവരാരാധിക്കുന്ന പൈശാചിക മൂർത്തികളെ അവർ കാണുന്നുണ്ടെന്നാണ്. നിങ്ങൾ ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടുണ്ടോ? സ്തോത്രം. എന്റെ കർത്താവ് മോശ കൊണ്ട് പറഞ്ഞു, നിന്റെ തേജസ്സിനെ കാണിക്കണമെന്ന്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു അംശം കർത്താവ്, ഞാൻ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരല്പസമയം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പാടുന്നു, സാക്ഷ്യം പറയുന്നു, യോഗത്തിന് വരുന്നു. നിന്റെ തേജസ്സിന്റെ ഒരു അംശം എന്നെ കാണിക്കണമെന്ന്. നമ്മുടെ ആരാധന പുരുഷനെ കാണാൻ നമുക്ക് ആഗ്രഹമില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ക്രിക്കറ്റ് സ്റ്റാർമാരെ കാണാൻ, ക്രിക്കറ്റ് കളിക്കാരെ കാണാൻ ജനം ഇടിച്ചു കയറും. ഫുട്ബോൾ കളിക്കാരെ കാണാൻ ഇടിച്ചു കയറും. രാഷ്ട്രീയക്കാരെ കാണാൻ ഇടിച്ചു കയറും. സിനിമാക്കാരെ കാണാൻ ഇടിച്ചു കയറും. അവരെ ആരാധിക്കുന്നവരാ. ആരാധിക്കുന്നു. ആരാധകനെ കാണാൻ അവരുടെ ഇടിച്ചു കയറും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന കർത്താവിനെ കാണാൻ ഒരു ആഗ്രഹം നമുക്കുണ്ടോ? അവന്റെ തേജസ് കാണാൻ ഒരു ആഗ്രഹം നമുക്കുണ്ടോ? വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ അടുത്തറിയാൻ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? അപ്പൊ യോഹന്നാൻ അവിടെ താഴെ പറഞ്ഞു, 7 സഭകൾക്ക് നീ ദൂത് അറിയിക്കണം. എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, സർദീസ്, തുയത്തൈര, ഫിലദൽഫിയ, ലവോദിക്ക. 7 സഭകൾക്ക് ദൂതറിയിക്കാൻ യോഹന്നാനോട് പറഞ്ഞു. അതിലൊരു സഭയാണ് ഏത്? നമ്മൾ വായിച്ച സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. അപ്പോ സർദീസിലെ സഭയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ആ സഭ ദൈവത്തിന്റെ 7 ആത്മാവുള്ള സഭയാണ്. ദൈവത്തിന് 7 ആത്മാവുണ്ടോ? ഉണ്ടോ ഇല്ലെന്ന് ദേവദാസനോട് ചോദിച്ചാൽ അവർ പറയും. യെശയ്യാ 11-2 വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അല്ല, ദേവദാസന്മാർ 1 സെക്കൻഡ് വായിക്കും. യെശയ്യാ 11 എടുത്തോണ്ട് ആരെങ്കിലും വായിച്ചു. അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെ
ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവഭക്തിയുടെ ആത്മാവ്. 7 ആത്മാവ്. എത്ര ആത്മാവ്? ഈ 7 ആത്മാവ്. സ്തോത്രം. അതുകൊണ്ട് ഈ 7 ആത്മാവുള്ളവൻ അരുളി ചെയ്യുന്നു. 7 നക്ഷത്രം അവന്റെ വലങ്കയിലുണ്ട്. എന്തുകൊണ്ട്? ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കണം. ആരോപണമല്ല. സ്തോത്രം. 7 നക്ഷത്രം അവന്റെ വലങ്കയിലുണ്ട്. നക്ഷത്രം ദൈവസഭയുടെ ദാസന്മാരാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിതവർഗമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും എവിടെ ഉള്ളത്? ഒരു സഹോദരൻ പറഞ്ഞ അവന്റെ വലങ്കയിലാണ്. വിശ്വസിക്കാമോ? നമ്മുടെ കർത്താവിന്റെ വലങ്കയിലാണ്. 7 നക്ഷത്രം വലങ്കയിൽ. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതനുസരിച്ച് ആ വസ്തുവിന് വില വ്യത്യാസമുണ്ട്. ഒരു ക്രിക്കറ്റ് ബാറ്റ് എന്റെ കയ്യിൽ ഇരുന്നാൽ അതിന്റെ വില ചിലപ്പോൾ 100 രൂപയായിരിക്കും. എന്നാൽ ആ ക്രിക്കറ്റ് ബാറ്റ് സച്ചിൻ തെണ്ടുൽക്കറിന്റെ കയ്യിൽ ഇരുന്നാൽ അതിന്റെ വില മില്യൺസാണ്, ലക്ഷങ്ങളാണ്. ഒരു ബാസ്കറ്റ് ബോൾ എന്റെ കയ്യിൽ ഇരുന്നാൽ അതിന്റെ വില $50. എന്നാൽ മൈക്കൽ ജോർഡൻ എന്ന് പറയുന്ന ആ വിദേശത്തെ ഏറ്റവും വലിയ കളിക്കാരന്റെ കയ്യിൽ ഒരു ബാസ്കറ്റ് ബോൾ ഇരുന്നാൽ അതിന്റെ വില ലക്ഷങ്ങളാണ്, കോടികളാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതിന് അനുസരിച്ച് വില വ്യത്യാസമുണ്ട്. ഒരു വടി എന്റെ കയ്യിൽ ഇരുന്നാൽ രാവിലെ നടക്കാൻ പോകുമ്പോൾ പട്ടി വന്നാൽ അതിനെ അടിക്കാൻ കൊള്ളാം. എന്നാൽ ഒരു വടി മോശയുടെ കയ്യിലായിരിക്കുന്നെങ്കിൽ ചെങ്കടൽ വിഭജിക്കാൻ അത് മാറി. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നുവോ അതനുസരിച്ച് അതിന് വില വ്യത്യാസമുണ്ട്. സ്തോത്രം. മനസ്സിലായല്ലോ? സ്തോത്രം. ഒരു പക്ഷികളെ ഒരു കവണയും 5 കല്ലും എന്റെ കയ്യിൽ ഇരുന്നാൽ ചിലപ്പോൾ പക്ഷികളെ എയ്യാൻ കൊള്ളാം. എന്നാൽ ഒരു കവണയും 5 കല്ലും അറിയില്ല. ദാവീദിന്റെ കയ്യിൽ ഇരുന്നാൽ എന്തോ മല്ലനായ ഗോലിയാത്തിന്റെ തല വീഴാനാണ് മനസ്സിലാക്കുക. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നുവോ അതനുസരിച്ച് അതിന് വില വ്യത്യാസമുണ്ട്. ഒരു 5 അപ്പവും 2 മീനും എന്റെ കയ്യിൽ ഇരുന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കൊള്ളാം. 5 അപ്പവും 2 മീനും മതിയോ? 5 അപ്പവും 2 മീനും എന്റെ കയ്യിൽ ഇരുന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കൊള്ളാം. എന്നാൽ 5 അപ്പവും 2 മീനും കർത്താവിന്റെ കയ്യിലാണല്ലോ. അനേകായിരങ്ങൾക്ക് അത് പ്രയോജനം, അനേകായിരങ്ങൾക്ക് അത് പ്രയോജനം. 3 ആണി എന്റെ കയ്യിലാണെങ്കിൽ ഫോട്ടോ ഭിത്തിയിൽ തറയ്ക്കാൻ കൊള്ളാം. 3 ആണി യേശുവിന്റെ ശരീരത്തിലാണെങ്കിൽ, യേശുവിന്റെ കൈകളിലാണെങ്കിൽ മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പ്. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതനുസരിച്ച് അതിന്റെ വില വ്യത്യാസമുണ്ട്. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ഇരിക്കുന്നത് വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമ്മൾ വിലയേറിയവരാണ്, നാം മാന്യന്മാരാണ്, നാം അവന്റെ കരങ്ങളിലാണ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കുകയാൽ ഒരുത്തനും പിടിച്ചു വേർപെടുത്തുവാൻ കഴിഞ്ഞിട, വിരുദ്ധമായി വരുന്നതെന്നും ഏതുമേ ഭയന്നിട. ഇതെന്തു ഭാഗ്യം, യേശുനാഥനോട് ചേർന്ന് ഞാനിതാ. അനാഥനല്ല ഞാനിനി അനുഗ്രഹാവകാശിയാൽ, അനാദി നിർണയ പ്രകാരം എന്നെയും വിളിക്കുകയാൽ. അനാദി നിർണയ പ്രകാരം അവൻ നമ്മെ വിളിച്ചു. നാം ഇനി അനാഥരല്ല, നാം അനുഗ്രഹത്തിന്റെ അവകാശികളാണ്, നാം വിലയേറിയവരാണ്, നാം മാന്യന്മാരാണ്. ലോകം നോക്കുമ്പോൾ നമുക്കൊരു വിലയും കാണത്തില്ല, പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ നാം മാന്യന്മാരാ, നാം വിലയേറിയവരാണ്. എന്നിട്ട് പറയാണ്, സന്ദേശിലെ സഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കസേരയ്ക്ക് വേണ്ടി ആരും ചാടേണ്ട കാര്യമില്ല, ഓടേണ്ട കാര്യമില്ല, ചീട്ടിടേണ്ട കാര്യമില്ല, വോട്ട് പിടിക്കേണ്ട കാര്യമില്ല. കാര്യം പദവിക്കല്ല പ്രതിഫലം, പിന്നെന്തിനാണ്? പ്രവർത്തിക്കാൻ പ്രതിഫലം. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ അവൻ അനീതിയോടെ. ആ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നിങ്ങളുടെ പ്രവർത്തിയും, ദൈവം നിങ്ങളുടെ പ്രവർത്തിയും, ദൈവം നിങ്ങളുടെ പ്രവർത്തിയും.
ഒരു ട്രാക്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു, ഉപവാസം ഇരുന്നു, പ്രാർത്ഥനയ്ക്ക് വന്നു, ആരാധനയ്ക്ക് വന്നു, ആരെങ്കിലും സഹായിച്ചു. അത് ദൈവത്തിന്റെ സന്നിധിയിൽ കാണിക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. അബ്രഹാമിന്റെ കൂടാരവാദികൾ 3 പുരുഷന്മാരോ. അബ്രഹാം നിലംവരെ കുനിഞ്ഞ് അവരെ എതിരേറ്റു. വീട്ടിൽ ചെന്നിട്ട് കാളെ കൊണ്ട് ചേർത്തു. ഓരോ ഇടങ്ങഴി മാവെടുത്തു. തന്നെ ഒരിടങ്ങഴി മാവ്. ദൈവം തന്റെ പ്രവൃത്തി മറന്നുപോകുന്ന ദൈവമല്ല. അബ്രഹാമിന്റെ സന്തതി മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ നടന്നു പോയപ്പോൾ ഓരോരുത്തരും ഇടങ്ങഴി മന്ന, ഓരോരുത്തരും ഇടങ്ങഴി മന്ന. ദൈവം നിങ്ങളുടെ പ്രവൃത്തി മറന്നു കളയുന്നവനല്ല. ദൈവനാമത്തിന് വേണ്ടി ദൈവദാസന്മാരെ സഹായിക്കുന്നതിലൂടെ, ദൈവത്തിന്റെ വേലയെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾ ദൈവത്തെയാണ് മാനിക്കുന്നത്, ദൈവത്തെയാണ് അനുസരിക്കുന്നത്. ദൈവം നിങ്ങളുടെ പ്രവൃത്തി മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. അമർത്തി കുലുക്കി കവിയുന്നവരെ നല്ല പങ്ക് നിങ്ങളുടെ മടിയിൽ അനർന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഭാര്യ അറിഞ്ഞില്ലേലും, ഭർത്താവ് അറിഞ്ഞില്ലേലും, കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ലേലും, അപ്പനും മാതാപിതാക്കൾ അറിഞ്ഞില്ലേലും അറിയുന്ന ഒരുവനുണ്ട്. ആരാ? ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ പ്രതിഫലം പ്രവർത്തിക്കനുസരിച്ചാണ്. ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്കനുസരിച്ച് കൂലിയും നല്ല പ്രതിഫലം. ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവരുടെ പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 15 മിനിറ്റോട് എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ശാന്തമായിട്ട് വരഞ്ഞോണ്ടിരിക്കണം. ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് ജീവനുണ്ടെങ്കിലും മരിച്ചവനാണ്. ബന്ധക്കോസുകാരനാണ് ആ പേരെങ്കിൽ, പക്ഷേ ആത്മാവുണ്ടാവും. പേര് ബന്ധക്കോസുകാരനാണ്, പക്ഷേ ആത്മാവില്ല. നീ ജീവനുള്ളവരുടെ പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്. ഞാൻ 1-2 ഉദാഹരണം പെട്ടെന്ന് പറയാം, നിങ്ങൾ എന്റെ കൂടെ വന്നു. ജീവനുണ്ടെങ്കിലും മരിച്ചവനാണെന്ന് പറഞ്ഞാൽ, ചില നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് ഇടമറൽ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ലേഖനം എഴുതി, യഹോവ നുണ പറഞ്ഞു, സാത്താൻ സത്യം പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം. യഹോവ നുണ പറഞ്ഞു, സാത്താൻ സത്യം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, വൃക്ഷഫലം തിന്നുന്ന മാത്രയിൽ ആദമും ഹവയും മരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ വൃക്ഷഫലം തിന്നപ്പോൾ ആദമും ഹവയും മരിച്ചോ? നിങ്ങൾ ഉത്തരം പറഞ്ഞു. പ്രസംഗമാണെങ്കിലും ഇതൊരു ക്ലാസ് പോലെ സെലിബ്രേഷൻ. വൃക്ഷഫലം തിന്നുന്ന മാത്രയിൽ മരിക്കുമെന്ന് യഹോവ പറഞ്ഞു. മരിച്ചോ? മരിച്ചില്ല. പിന്നെയും വർഷങ്ങൾ, നീണ്ട വർഷം ജീവിച്ചാൽ അവർ മരിച്ചത്. പക്ഷെ അതിന്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആത്മീക ജീവൻ, ശാരീരിക ജീവൻ, മാനസിക ജീവൻ, 3 വിധത്തിലുള്ള ജീവനുണ്ട്. വൃക്ഷഫലം കൈനീട്ടി പറിച്ചു തിന്ന മാത്രയിൽ അവന്റെ അന്തർമനുഷ്യൻ മരിച്ചു, ആത്മീയ മനുഷ്യൻ മരിച്ചു. പുറമേയുള്ള മനുഷ്യന് ജീവനുണ്ട്, പക്ഷെ അകത്തെ മനുഷ്യൻ ചത്തിരിക്കുക. യോഗത്തിന് വരുമ്പോൾ കൈയടിക്കുന്നില്ല, യോഗത്തിന് വരുമ്പോൾ കണ്ണടയ്ക്കത്തില്ല, യോഗത്തിന് വരുമ്പോൾ സ്വോത്രം പറയത്തില്ല. കാരണം അകത്തെ മനുഷ്യൻ ചത്തിരിക്കുക. അകത്തെ മനുഷ്യന് ജീവനില്ല. അകത്തെ മനുഷ്യന് ജീവനുണ്ടെന്ന് എങ്ങനെ അറിയാം? സ്വോത്രം പറയും, അല്ലെങ്കിൽ പറയും, ദൈവത്തെ ആരാധിക്കും, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കും. അന്തർമനുഷ്യന് ജീവനുണ്ട്. അപ്പം അതവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ അകത്തെ മനുഷ്യൻ മരിച്ചുപോയി. അപ്പം നമ്മുടെ ആത്മീയ മനുഷ്യൻ മരിക്കില്ല. ഒരു അമ്മച്ചി വർത്താനം പറയുന്ന തത്തയെ വാങ്ങിച്ചു. വർത്താനം പറയുന്ന തത്തയെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു, വില കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ദിവസം കഴിഞ്ഞ് തത്തമ്മ വർത്താനം പറയുന്നില്ല. കടയിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ വഞ്ചിച്ചു, എന്റെ തത്തമ്മ വർത്താനം പറയുന്നില്ല. ആ കടക്കാരൻ പറഞ്ഞു, നിങ്ങൾ ആ തത്തമ്മയുടെ കൂട്ടിൽ ഒരു മിറർ ഫിറ്റ് ചെയ്യണം. അപ്പൊ തത്തമ്മ അതിന്റെ ഇമേജ് കാണുമ്പോൾ വർത്താനം പറയും. അവർ കൂട്ടിൽ മിറർ കണ്ണാടി ഫിറ്റ് ചെയ്തു. തത്തമ്മ വർത്താനം പറഞ്ഞില്ല. 2ാമത്തെ പ്രാവശ്യം കടക്കാരൻ പറഞ്ഞു, നിങ്ങളൊരു ചെറിയ ഊഞ്ഞാല കൂട്ടിന്റെ അകത്ത് തൂക്കിയിടണം. അപ്പൊ ഊഞ്ഞാലയിൽ ആടിക്കഴിയുമ്പോൾ സന്തോഷം കൊണ്ട് തത്തമ്മ വർത്താനം പറയും. 2-3 കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷെ തത്തമ്മ വർത്താനം പറയുന്നില്ല. അടുത്ത ദിവസം തത്തമ്മ എന്നെ ചത്തുപോയി. കടക്കാരനിലേക്ക് ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും, നിങ്ങൾക്ക് പരിഹാരം എന്താണ്? അപ്പൊ കടക്കാരൻ ചോദിച്ചു, എന്തൊക്കെ ചെയ്തു? ആദ്യം കണ്ണാടി ഫിറ്റ് ചെയ്തു, പിന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്തു, പക്ഷെ ഊഞ്ഞാൽ കൊടുത്തു എന്ന് തത്തമ്മ വർത്താനം പറയുന്നത്. കടക്കാരൻ ചോദിച്ചു, നീ കണ്ണാടി ഫിറ്റ് ചെയ്തു, ഊഞ്ഞാൽ കൊടുത്തു, പല കാര്യങ്ങളും ചെയ്തു, പക്ഷെ തത്തമ്മയ്ക്ക് തീറ്റി കൊടുത്താലും ചോദിച്ചു. തത്തമ്മയ്ക്ക് തീറ്റി കൊടുത്തു. തീറ്റി കൊടുത്തില്ല, തത്തമ്മ ചത്തുപോയി.
അതുപോലെ നമ്മുടെയും കാര്യം ഈ പുറമേ ഉള്ളത് മിനുക്കാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അകത്തൊരു ജീവനുണ്ട്, അതിന്റെ പേര് ആത്മജീവൻ. പുറമെ നമ്മള് ചിക്കൻ അടിക്കും, മട്ടൺ അടിക്കും, പിന്നെ ഇവിടുത്തെ പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, പേര് എല്ലാം ഞാൻ ഓർക്കുന്നില്ല. എന്നാ അമൂസോ എന്തോ ഈ ചിക്കൻ അൽഫാം ഇതൊക്കെ നമ്മൾ അടിക്കും പുറമേയുള്ള മനുഷ്യനെ കേൾപ്പിക്കാൻ. പക്ഷെ ഇതിന്റെ അകത്തൊരു ജീവനുണ്ട് കേട്ടോ. ഇതിന്റെ അകത്തൊരു ആത്മ മനുഷ്യനുണ്ട്. അവൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? യോഗത്തിന് വരുന്നുണ്ടോ? വേദപുസ്തകം വായിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടോ? അകത്തെ മനുഷ്യൻ ചത്തുപോകരുത്. പുറമേ ഉള്ളവനെ മരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മറക്കരുത്, അകത്തൊരു മനുഷ്യന്റെ ഇരിപ്പുണ്ട്. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എഫേസസിലെ വിശുദ്ധന്മാരെ നോക്കിക്കൊണ്ടാ പറഞ്ഞത് നിങ്ങൾ മരിച്ചിരിക്കുകയാണ് പറഞ്ഞ അന്തർമനുഷ്യൻ മരിച്ചു. യോഗത്തിന് വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന പാർട്ടികൾ കമ്മിറ്റി കൂടുമ്പോൾ എഴുന്നേറ്റ് ചാടി ശബ്ദം, അവരുടെ ആ ശബ്ദം അന്നേരം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, അത് ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്തെ കാര്യമാണ്. യോഗത്തിന് വരുമ്പോൾ മിണ്ടത്തില്ല. എന്നാൽ കമ്മിറ്റി കൂടുമ്പോൾ ജനറൽബോഡി കൂടുമ്പോൾ ചാടി എഴുന്നേറ്റ് ചോദിക്കും, അതിനെ ചാക്കോച്ചൻ ആ പറഞ്ഞേക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ജീവൻ ഇവിടെ അല്ല അവിടെ. ആരാധന നടക്കുമ്പോൾ ഒരു ജാഥ റോഡിൽ കൂടെ പോയാൽ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി എഴുന്നേറ്റ് നോക്കും ആരാ എന്തോ അവിടെ നടക്കുന്നതെന്ന്. പുള്ളി ആരാധനയല്ല വിഷയം, ജാഥയാണ് വിഷയം. കാരണം അന്തർമനുഷ്യൻ മരിച്ചിരിക്കുക, അകത്തെ മനുഷ്യൻ മരിച്ചിരിക്കുക. സ്തോത്രം. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പം പറഞ്ഞു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. മരിച്ചവനാണെങ്കിൽ മുടിയൻ പുത്രൻ എങ്ങനെ നടന്ന് അപ്പന്റെ അടുക്കൽ ചെന്നത് എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവിൽ മരിച്ചുപോയി. ദുർമാർഗിയായി ജീവിച്ച ആത്മജീവൻ നഷ്ടപ്പെടുത്തിയെന്ന ഇന്ന് പകൽക്കാലം ആരെങ്കിലും ജീവനോടെ പുറം മനുഷ്യന്റെ ജീവനുണ്ട്, അകത്തെ മനുഷ്യൻ ചത്തിരിക്കുന്നെങ്കിൽ മടങ്ങേറുക, ആത്മാവിൽ ജീവൻ പ്രാപിക്കുക, ആത്മാവിൽ പുതുക്കം പ്രാപിക്കുക, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ജീവനുള്ളവരുടെ പേരുണ്ടെങ്കിൽ നീ മരിച്ചവനായിരുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ പ്രവർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതകളായി കാണില്ല. ഞാൻ സാമയോടെ അവസാനിപ്പിക്കുക. ഞാൻ കള്ളനെ പോലെ വരും. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ആരെങ്കിലും അക്ഷരീയമായോ ആത്മീയമായിട്ട് ഉറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാൻ ഞാൻ കള്ളനെ പോലെ വരും. രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ കള്ളം വരും. പറഞ്ഞേച്ചെന്ന് വരുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞേച്ചെന്ന് വരുന്നത് നിര്യാതനായി വരും. കർത്താവ് വരുന്നത് ചട്ടിങ്കലും പെറുക്കാനല്ല, നിക്ഷേപങ്ങളെ ചേർക്കാനാണ്. സ്തോത്രം. വിലയേറിയതിനെ ചേർക്കാനാണ്. നമ്മൾ അവന്റെ വിലയേറിയവരാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ചേർക്കാൻ കർത്താവ് വരും. ഞാൻ കള്ളനെ പോലെ വരും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എന്താ ഉടുപ്പ് മലിനമാകുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നാട്ടിൽ മഴയുള്ള സമയത്ത് ബസ്സേ കയറുന്ന ഉടനെ നമ്മുടെ ഷർട്ടും പാന്റും ഒക്കെ ഒന്ന് ഇച്ചിരി പൊക്കി പിടിക്കും. സഹോദരിമാരാണ് സാരിയും പിന്നെ സൽവാറും ഇച്ചിരി ഉയർത്തിപ്പിടിക്കും. എന്താണെന്നറിയാമോ? ബസ്സിലെ ചള്ള പറ്റാതിരിക്കാൻ. ജീവിതമാകുന്ന ഈ വസ്ത്രത്തിന്മേൽ ചള്ള പുരളാതെ വണ്ണം ജീവിത വസ്ത്രത്തെ വെണ്മയായി കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് മടങ്ങി വരുന്നു. ഒന്നുമില്ലാതെ തനിക്ക് തന്നെ ഒരു കത്തയെ ചേർക്കുവാൻ കർത്താവ് മടങ്ങി വരുന്നു. എങ്കിലും ഉടുപ്പുമലിനമാകാത്ത കുറെ പേർക്ക് സർവദിശയുണ്ട്. അവർ യോഗ്യന്മാരായാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. സ്തോത്രം. കൂടെ നടക്കണമെങ്കിൽ എന്താ വേണം? ഇടതറിയോ? ഞാൻ നിർത്തുവോ? കൂടെ നടക്കണമെങ്കിൽ യോഗ്യത വേണം. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയുടെ കൂടെ ഞാൻ നടക്കാൻ പോയാൽ സെക്യൂരിറ്റി കഴുത്തിന് പിടിച്ച് തെള്ളിവിടും. എന്നാൽ അതേസമയം മറ്റു മന്ത്രിമാർ കൂടെ നടക്കും. ഇല്ലേ? ഗവർണർമാരും മന്ത്രിമാരൊക്കെ മോദിയുടെ കൂടെ നടക്കും. നമ്മൾ ആരോട് നടക്കാൻ പോവാ? കർത്താവിനോട് നടക്കാൻ പോവാ. തങ്കത്തെരുവീഥിയിൽ വിശുദ്ധന്മാരോടൊപ്പം കർത്താവിനോട് അവർ യോഗ്യന്മാരാകിയാൽ എന്നോടുകൂടെ നടക്കും. കർത്താവിനോട് നടക്കണമെങ്കിൽ യോഗ്യത വേണം. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറക്കണം, പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാരുമാണല്ലോ കൂട്ടായ്മ ആചരിക്കണം. ഇതാ യോഗ്യത. കർത്താവിനോട് നടക്കാനുള്ള യോഗ്യത ഇതാ. അവർ യോഗ്യന്മാരാകിയാൽ എന്നോടുകൂടെ നടക്കണം. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് കൊടുക്കും. ഇത് ജയാളികളുടെ മാർഗമാണ്. ജയാളികളായി കർത്താവിന്റെ വരയിൽ ഒരുങ്ങി നിൽക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ജയിക്കുന്നവന് പുതിയ നാമം, ജയിക്കുന്നവന് മറന്നിരിക്കുന്നവന്
ജയിക്കുന്നവന് സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം, ജയിക്കുന്നതിന് വെള്ളക്കല്ല്, സ്തോത്രം, ജയിക്കുന്നവന് വിശുദ്ധന്മാരുടെ കൂടെ ഓഹരി, കർത്താവിനോട് കൂട്ടവകാശം, സ്തോത്രം, സിംഹാസനത്തിൽ കർത്താവിനോട് ഒപ്പമിരിക്കും, ജയിക്കുന്നവന് ജീവകിരീടം, ജയാളികളായി കർത്താവിന്റെ വരവിൽ ഒരുങ്ങിയിരിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സമയത്തിന്റെ വിലയേറിയ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിക്കുന്നു. കർത്താവ് വരാറായി.